വാർത്തകൾ വേഗത്തിൽ നോക്കാം. സൂപ്പർഫാസ്റ്റ് സെന്ററിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞെന്ന് ഹൈക്കോടതി. കുറ്റകൃത്യത്തിന്റെ പ്രയോഗരീതി വെളിപ്പെട്ടു. കൂടുതൽ അറസ്റ്റ് അനിവാര്യം. VSSCയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തണം. ഉരുക്കിയ സ്വർണ്ണമടക്കം തെളിവുകൾ കണ്ടെത്തണമെന്നും ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി. മലപ്പുറത്തും കാസർഗോഡും ജയിച്ചവരുടെ പേര് നോക്കിയാൽ വർഗീയ ധ്രുവീകരണം കാണാമെന്ന സജി ചെറിയാന്റെ പ്രസ്താവനയിൽ വെട്ടിലായി CPIM. ന്യായീകരിക്കാൻ നിൽക്കാതെ പിന്തിരിഞ്ഞു നടന്ന് സംസ്ഥാന സെക്രട്ടറി. അകലം പാലിച്ച് മന്ത്രി വി ശിവൻകുട്ടി. ഇന്നും പറഞ്ഞതിൽ ഉറച്ച് മന്ത്രി സജി ചെറിയാൻ. തുടർ ചോദ്യങ്ങളിൽ മാധ്യമങ്ങളോട് രോഷം. സജി ചെറിയാന്റെ വിവാദ പ്രസ്താവനയിൽ പ്രതിഷേധം ശക്തം. തീപ്പൊരി കാത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് തീപ്പന്തം എറിഞ്ഞു കൊടുക്കരുത് എന്ന് VD സതീശൻ. പരാജയ വിഭ്രാന്തിയിൽ നിന്നുള്ള ജൽപ്പനം എന്ന് ലീഗ്. സംഘപരിവാറിനെ നാണിപ്പിക്കുന്ന പരാമർശം എന്ന് സമസ്ത നേതാവ് സത്താർ പന്തല്ലൂർ. സംസ്ഥാന ഭരണം പിടിക്കുമെന്ന പ്രഖ്യാപനവുമായി രാഹുൽ ഗാന്ധി കൊച്ചിയിൽ. തദ്ദേശ വിജയം കേരള ജനതയെ നിശബ്ദമാക്കാൻ കഴിയില്ല എന്നതിന് തെളിവ്. പ്രസംഗത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ നിശിത വിമർശനമില്ല. തദ്ദേശപ്പോരിൽ വിജയിച്ചവരെ അണിനിരത്തി കോൺഗ്രസിന്റെ മഹാപഞ്ചായത്ത്. NSS SNDP സംയുക്ത ആക്രമണത്തിൽ VD സതീശനെ പ്രതിരോധിക്കാതെ കോൺഗ്രസ് നേതാക്കൾ. പരസ്യ പിന്തുണ നൽകാതെ ചെന്നിത്തല. ഒഴിഞ്ഞുമാറി സണ്ണി ജോസഫും അടൂർ പ്രകാശും. പിന്തുണച്ചത് K മുരളീധരൻ മാത്രം. പോരാട്ടം വ്യക്തിപരമല്ല, വർഗീയ വിരുദ്ധമെന്ന് VD സതീശൻ. വിശാല ഐക്യനീക്കം VD സതീശനെതിരല്ല എന്ന് NSS. ബാബറി മസ്ജിദ് വിഷയം ഉന്നയിച്ച് കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പിണറായി വിജയൻ. മസ്ജിദ് തകർക്കാൻ എല്ലാ ഒത്താശയും ചെയ്തത് കോൺഗ്രസ്. പള്ളി പൂർണ്ണമായി തകരും വരെ നരസിംഹറാവു ഫോണിൽ ലഭ്യമല്ലായിരുന്നുവെന്നും പിണറായി. ബസിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന പ്രചാരണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയതിൽ കേസെടുത്ത് പോലീസ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി FIR. കോഴിക്കോട്ടെ ദീപകിന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി. പോലീസിന് മെല്ലെപ്പോക്കെന്ന് ആരോപിച്ച് കുടുംബം. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ നടൻ വിജയിയെ പ്രതി ചേർത്തേക്കും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്താൻ സാധ്യത. റാലിയിൽ വൻ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് സൂചന നൽകിയില്ലെന്ന് തമിഴ്നാട് പോലീസിന്റെ മൊഴി. രണ്ടാം തവണയും ചോദ്യം ചെയ്യലിന് ഹാജരായി വിജയ്. CBI കുറ്റപത്രം അടുത്ത മാസം. നയപ്രഖ്യാപന പ്രസംഗത്തെ ചൊല്ലി സർക്കാരിനോട് ഉടക്കിട്ട് ഗവർണർ. കേന്ദ്രത്തിനെതിരായ വിമർശനത്തിൽ തിരുത്തൽ നിർദ്ദേശിച്ച് ലോക്ഭവൻ. മന്ത്രിസഭ അംഗീകരിച്ച ഭാഗങ്ങൾ തിരുത്താനാകില്ലെന്ന് സർക്കാർ. നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കം. ഡോക്ടർ M ലീലാവതിക്ക് പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം സമ്മാനിച്ച് രാഹുൽ ഗാന്ധി. മലയാളത്തിന്റെ വ്യത്യസ്ത ശബ്ദത്തിനായി പോരാടിയ ആളാണ് ലീലാവതി ടീച്ചർ എന്ന് രാഹുൽ. ഇന്ത്യ രാഹുലിന്റെയും പ്രിയങ്കയുടെയും കൈകളിൽ സുരക്ഷിതമെന്ന് M ലീലാവതി. വിഴിഞ്ഞം ആഴിമല ശിവക്ഷേത്രം ഏർപ്പെടുത്തിയ ഗംഗാധരേശ്വര പുരസ്കാരം ഓസ്കാർ അവാർഡ് ജേതാവും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ റസൂൽ പൂക്കുട്ടിക്ക് സമ്മാനിച്ചു. ശനിയാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി വിജേഷ് ആഴിമല അവാർഡ് സമ്മാനിച്ചു. ചടങ്ങിൽ സോമതീരം ഹോട്ടൽ ഉടമ ബേബി മാത്യുവിനെയും ആദരിച്ചു. കേരളത്തിൽ ഹൈന്ദവ ഏകീകരണം അനിവാര്യമെന്ന് കേരള വെള്ളാള സഭ. വിഷയത്തിൽ NSSഉം SNDPയും സ്വീകരിച്ച നിലപാട് സ്വാഗതം ചെയ്യുന്നു. വെള്ളാപ്പള്ളി നടേശനെ അധിക്ഷേപിച്ച പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതായും സംഘടന വ്യക്തമാക്കി. കോൺഗ്രസ് നടത്തുന്ന മതധ്രുവീകരണം ഉടൻ അവസാനിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സഖാവ് E ബാലാനന്ദൻ ദിനാചരണത്തിന്റെ ഭാഗമായി AKG സെന്ററിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പതാക ഉയർത്തി. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം R അരുൺകുമാർ, കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ സ്ഥാപക നേതാവ് S അനന്തകൃഷ്ണന്റെ പേരിൽ ഏർപ്പെടുത്തിയ അനന്തകൃഷ്ണൻ എൻഡോമെന്റ് വിതരണം നടത്തി. KNEF സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ അവാർഡ് വിതരണം VK ശ്രീകണ്ഠൻ MP നൽകി. 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയവർക്കാണ് അവാർഡ് നൽകിയത്. തിരുവനന്തപുരത്ത് വെച്ച് സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം സവിശേഷ കാർണിവൽ ഓഫ് ഡിഫറന്റ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ നർത്തകി മേതിൽ ദേവിക മുഖ്യാതിഥിയായി. ഭിന്നശേഷി പ്രതിഭകളുടെ കലാപരിപാടികളും ഉദ്ഘാടന വേദിയിൽ അരങ്ങേറി. കോഴിക്കോട് വടകരയിൽ വീട് കത്തിനശിച്ചു. കുഴിപ്പറമ്പത്ത് ദീപുവിന്റെ വീടാണ് കത്തിനശിച്ചത്. അഗ്നിശമന സേനാംഗങ്ങൾ എത്തി തീ അണച്ചു. മേൽക്കൂരയും വീട്ടിലെ സാധന സാമഗ്രികളും മുഴുവനായും കത്തിനശിച്ചിട്ടുണ്ട്. തീപിടുത്ത സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. തീപിടുത്ത കാരണം വ്യക്തമല്ല.
തൃശൂർ ജില്ലാ റോഡ് സുരക്ഷാ സമിതി യോഗം ചേർന്നു. ജില്ലയിലെ സ്കൂളുകളുടെ മുന്നിൽ സീബ്ര ലൈൻ ഉറപ്പാക്കുന്നതിന് വേണ്ട പരിശോധന പോലീസും മോട്ടോർ വാഹന വകുപ്പും നടത്തുവാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ യോഗത്തിൽ നിർദ്ദേശിച്ചു. പൊതുമരാമത്ത് കോർപ്പറേഷൻ മറ്റ് റോഡ് വകുപ്പുകളുമായി ചേർന്ന് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ പേരൂൽ UP സ്കൂൾ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ തുടരുന്നു. 2025 ഏപ്രിൽ മുതൽ 2026 ഏപ്രിൽ വരെയാണ് പരിപാടികൾ. ശതാബ്ദിയുടെ ഭാഗമായുള്ള പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ഫെബ്രുവരി 8 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ സ്കൂൾ അങ്കണത്തിൽ നടക്കും. തിരുവനന്തപുരത്ത് വെച്ച് സംഘടിപ്പിച്ച ഗ്ലോബൽ സമ്മിറ്റ് ഓൺ പ്രിവെന്റീവ് ഓങ്കോളജി ഉദ്ഘാടനം ചെയ്ത് ഗവർണർ രാജേന്ദ്ര അർലേക്കർ ക്യാൻസർ സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള സ്ക്രീനിംഗ്, മുൻകൂട്ടിയുള്ള രോഗനിർണയം, ഡിജിറ്റൽ ഹെൽത്ത് ഇന്നൊവേഷൻ തുടങ്ങിയ വിഷയങ്ങൾ ഉച്ചകോടിയിൽ ചർച്ച ചെയ്തു. ലളിത ടീച്ചർക്കുള്ള യാത്രയയപ്പ് വേറിട്ട അനുഭവമാക്കി ഗവൺമെന്റ് മോയൻ LP സ്കൂളിലെ സഹപ്രവർത്തകരും രക്ഷാകർതൃ സമിതിയും. SSK ജില്ലാ പ്രോഗ്രാം കോഓർഡിനേറ്റർ MK നൌഷാദ് അലി യാത്രയയപ്പ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് നഗരസഭാ കൗൺസിലർ റിസ്വാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രധാനാധ്യാപകൻ സനോജ് C സ്വാഗതം പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ 16 അക്ഷരോന്നതി ലൈബ്രറികളുടെ പ്രഖ്യാപനം മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. കമ്പ്യൂട്ടർ യുഗത്തിലും നമ്മുടെ ചിന്താശേഷിയും ബുദ്ധികൂർമ്മതയും ശക്തിപ്പെടുത്താൻ വായന അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലയിൽ അക്ഷരോന്നതി പദ്ധതിയുടെ ഭാഗമായി പട്ടികവർഗ സാമൂഹിക പഠന മുറികളിലും ഹോസ്റ്റലുകളിലും സ്ഥാപിക്കുന്ന 16 ലൈബ്രറികളാണ് സ്ഥാപിക്കുന്നത്. കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 2007 സംബന്ധിച്ച് ജില്ലാ ഭരണകൂടവും കാപ്പ അഡ്വൈസറി ബോർഡും ചേർന്ന് സിംപോസിയം സംഘടിപ്പിച്ചു. കാപ്പ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ജസ്റ്റിസ് P ഉബൈദ് ഉദ്ഘാടനം നിർവഹിച്ചു. നിയമത്തിന്റെ പ്രാധാന്യം, പ്രായോഗിക വെല്ലുവിളികൾ, സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിലെ പങ്ക് തുടങ്ങിയ വിഷയങ്ങൾ സിംപോസിയത്തിൽ ചർച്ച ചെയ്തു. തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാർത്ഥികൾക്കായി ത്രിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. നേമം ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 60 കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു. പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾ ആവാട് തുറയിലെ കോവളം കവികളുടെ സ്മാരകം സന്ദർശിച്ചു. അച്ചടക്ക നടപടിയുടെ ഭാഗമായി 2 RSP നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം പൂന്തുറ സജീവ്, കണ്ണമ്മൂല ലോക്കൽ കമ്മിറ്റി അംഗം S ഗോപൻ എന്നിവരെയാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജില്ലാ സെക്രട്ടറി ഇറവൂർ പ്രസന്നകുമാറിന്റേതാണ് നടപടി. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജില്ലാതല വ്യവസായ ഉൽപ്പന്ന പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി. ജനുവരി 22 വരെ കോഴിക്കോട് ആസ്പിൻ കോർട്ട്യാർഡ്സിലാണ് മേള നടക്കുന്നത്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനും വിപണി കണ്ടെത്തുന്നതിനുമാണ് മേള ഒരുക്കിയിരിക്കുന്നത്. മലപ്പുറം നിലമ്പൂർ കോടതിപ്പടിക്ക് സമീപം 4 ഏക്കറോളം പുൽക്കാട് തീ കത്തി നശിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് തീ പടർന്നത്. നിലമ്പൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് 2 യൂണിറ്റ് എത്തി തീ അണച്ചു. ക്വാണ്ടം സെഞ്ചുറി സയൻസ് എക്സിബിഷന്റെ സമാപനം തിരുവനന്തപുരത്ത് നടക്കും. ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ഫെബ്രുവരി 19 മുതൽ 24 വരെ നടക്കുന്ന 6 ദിവസത്തെ എക്സിബിഷനോടെയാണ് സമാപനം. ക്വാണ്ടം മെക്കാനിക്സിന്റെ 100ാം വർഷം പ്രമാണിച്ച് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ലൂക്ക സയൻസ് പോർട്ടൽ, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എന്നിവയും വിമൻസ് കോളേജും ചേർന്നാണ് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. തൃശൂർ പാലപ്പള്ളി കുണ്ടായിൽ മാനിനെ വിഴുങ്ങിയ നിലയിൽ മലമ്പാമ്പിനെ കണ്ടെത്തി. കുണ്ടായി ഹാരിസൺ റബ്ബർ തോട്ടത്തിലാണ് മലമ്പാമ്പിനെ കണ്ടത്. ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികളാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചത്. 12 അടിയിലേറെ നീളമുള്ള മലമ്പാമ്പിനെ ഉദ്യോഗസ്ഥർ പിന്നീട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാറ്റി. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വനിതാ ശിശു വികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്കായി പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ഭക്ഷ്യ കമ്മീഷൻ അംഗം ഷീല വിജയകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ ഉപയോഗിക്കുന്ന വെള്ളം 3 മാസത്തിലൊരിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യണമെന്നും ജീവനക്കാരുടെ ഹെൽത്ത് കാർഡുകൾ കൃത്യസമയങ്ങളിൽ പുതുക്കണമെന്നും ഷീല വിജയകുമാർ പറഞ്ഞു. വധശ്രമ കേസിലെ 2 വർഷമായി ഒളിവിൽ കഴിഞ്ഞു വന്ന പ്രതിയെ പിടികൂടി തൃശൂർ ഒല്ലൂർ പോലീസ്. ചെറുകുന്ന് സ്വദേശി രാഹുലിനെയാണ് പോലീസ് പിടികൂടിയത്. 2025 വെട്ടുകാട് സ്വദേശികളെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് രാഹുൽ. യുവാക്കളെ ആക്രമിച്ച ശേഷം രാഹുൽ രക്ഷപ്പെടുകയായിരുന്നു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മുന്നോടിയായി തലശ്ശേരി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ധർമ്മടം തുരുത്തിൽ ഇന്ത്യൻ പതാക ഉയർത്തി. തലശ്ശേരി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ P ശ്രീകുമാർ പതാക ഉയർത്തി. കോസ്റ്റൽ പോലീസ്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, IB ഉദ്യോഗസ്ഥർ, മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ എന്നിവരും NCC, SPC വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു.
കണ്ണൂർ കൂത്തുപറമ്പ് കരേറ്റയിൽ ബോംബുകളും ബോംബ് നിർമ്മാണ സാമഗ്രികളും കണ്ടെത്തി. 13-ാം മൈൽ ചോദാരത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് 12 കിലോ വെടിമരുന്ന്, 5 കിലോ സൾഫർ, സ്റ്റീൽ കണ്ടെയ്നറുകൾ, ബോൾ ഐസ്ക്രീം കണ്ടെയ്നറുകൾ തുടങ്ങിയവ കണ്ടെത്തിയത്. കണ്ടെടുത്ത 9 നാടൻ ബോംബുകൾ പഴകി ദ്രവിച്ച നിലയിലാണ്. IPL വാതുവയ്പ് ആരോപണങ്ങൾ നിഷേധിച്ച് മുൻ ഇന്ത്യൻ താരം പാർത്ഥിവ് പട്ടേൽ. IPL മത്സരങ്ങൾ ഒരിക്കലും ഒത്തുകളിക്കാൻ സാധിക്കില്ലെന്ന് മുൻ ഇന്ത്യൻ താരം. സീസണിൽ താരങ്ങൾ ശക്തമായ സുരക്ഷാ വലയത്തിലായിരിക്കുമെന്നും മത്സര ദിവസം ക്യാപ്റ്റന് ഗ്രൗണ്ടിലോ ഡ്രസ്സിംഗ് റൂമിലോ പ്രവേശിക്കാൻ അനുവാദമില്ലെന്നും പാർത്ഥിവ് പട്ടേൽ പറഞ്ഞു. 2020 ലോകകപ്പിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ബംഗ്ലാദേശിന് ICCയുടെ അന്ത്യശാസനം. ബുധനാഴ്ചയ്ക്കകം തീരുമാനമെടുക്കണമെന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനെ ICC നിർദ്ദേശം നൽകി. ശനിയാഴ്ചയിലെ BCBയുമായുള്ള ചർച്ചകൾക്കൊടുവിലാണ് ICC തീരുമാനം. ന്യൂസിലൻഡിനെതിരായ അവസാന ഏകദിനത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ ഹർഷിത് റാണയെ പുകഴ്ത്തി മുൻ ഇന്ത്യൻ താരം K. ശ്രീകാന്ത്. റാണ ക്രീസിലുണ്ടായിരുന്നപ്പോൾ കിവീസ് താരങ്ങൾ ഭയന്നെന്ന് ശ്രീകാന്ത് പറഞ്ഞു. ഹർഷിത് ഞെട്ടിച്ചെന്നും താരത്തിന്റെ ബാറ്റിംഗ് കണ്ട് അമ്പരന്നെന്നും ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു. യുവതാരങ്ങൾ വിരാട് കോഹ്ലിയെ അനുകരിക്കണമെന്ന് മുൻ ഇന്ത്യൻ നായകൻ സുനിൽ ഗവാസ്കർ. കിവീസിനെതിരായ ഏകദിനത്തിൽ മികച്ച തുടക്കം നൽകുന്നതിൽ ഇന്ത്യ പരാജയപ്പെട്ടു. ടീമിന്റെ ജയത്തിനായി അവസാനം വരെ പൊരുതിയ കോഹ്ലിയുടെ മനോഭാവം യുവതാരങ്ങൾ പകർത്തണമെന്ന് ഗവാസ്കർ പറഞ്ഞു. 108 പന്തിൽ 104 റൺസ് നേടി കോഹ്ലിയായിരുന്നു കളിയിലെ ടോപ്പ് സ്കോറർ. അനുഷ്ക ശർമ്മയെ ഭാബി എന്ന് വിളിക്കാൻ വിരാട് കോഹ്ലി പറഞ്ഞിരുന്നതായി ഹർഷിത് റാണ. കോഹ്ലിയുമായുള്ള രസകരമായ നിമിഷങ്ങൾ പങ്കുവച്ച് ഹർഷിത് അനുഷ്കയെ ആദ്യമായി കണ്ടപ്പോൾ മാഡം എന്ന് അഭിസംബോധന ചെയ്തു. എന്നാൽ വിരാട് ഉടൻ തന്നെ അത് തിരുത്തി ഭാബി എന്ന് വിളിക്കാൻ ആവശ്യപ്പെട്ടതായും ഹർഷിത് വെളിപ്പെടുത്തി. മികച്ച കായിക താരങ്ങൾക്കുള്ള ലോറസ് അവാർഡിന് മാഡ്രിഡ് വേദിയാകും. തുടർച്ചയായി 3-ാം വർഷമാണ് മാഡ്രിഡ് ലോറസിന് ആതിഥേയത്വം വഹിക്കുന്നത്. സീബെൽസ് പാലസിൽ ഏപ്രിൽ 20-നാണ് അവാർഡ് ദാന ചടങ്ങുകൾ. 7 വിഭാഗങ്ങളിലായാണ് ലോറസ് അവാർഡുകൾ പ്രഖ്യാപിക്കുക. ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ്സിൽ പ്രജ്ഞാനന്ദയ്ക്ക് തുടർച്ചയായ 2ാം തോൽവി. നിലവിലെ ചാമ്പ്യനായ പ്രജ്ഞാനന്ദ ഉസ്ബെക്കിസ്ഥാന്റെ നോദിർബെക്കിനോടാണ് തോൽവി വഴങ്ങിയത്. 2 മത്സരത്തിൽ നിന്ന് പോയിന്റ് ഒന്നും നേടാൻ കഴിയാത്ത പ്രജ്ഞാനന്ദ നിലവിൽ അവസാന സ്ഥാനത്താണ്. ഇന്ത്യയുടെ പരമ്പര തോൽവിക്ക് പിന്നിൽ ശുഭ്മാൻ ഗില്ലിന്റെ മോശം ക്യാപ്റ്റൻസി എന്ന് മുൻ ഇന്ത്യൻ താരം സഹീർ ഖാനും അജിങ്ക്യ രഹാനെയും. അവസാന ഏകദിനത്തിൽ മധ്യ ഓവറുകളിൽ റൺസ് നിയന്ത്രിക്കാൻ ഗില്ലിന് സാധിച്ചില്ല. ജഡേജയ്ക്കും കുൽദീപിനും നേരത്തെ പന്ത് നൽകാത്തത് തിരിച്ചടിയായെന്നും വിമർശനം. രോഹിത് ശർമ്മയെ പിന്തുണച്ച ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ രോഹിത്തിന്റെ മോശം ഫോമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഓസ്ട്രേലിയൻ പരമ്പര മുതൽ മികച്ച ഫോമിലാണ് രോഹിത് എന്നായിരുന്നു ഗില്ലിന്റെ മറുപടി. ന്യൂസിലൻഡ് പരമ്പരയിൽ രോഹിത്തിന്റെ തുടക്കങ്ങൾ പിഴച്ചെങ്കിലും താരം ഫോമിലാണ് എന്നാണ് ഗില്ലിന്റെ വാദം. ചാമ്പ്യൻസ് ലീഗിൽ നാളെ സൂപ്പർ പോരാട്ടം. ഇംഗ്ലീഷ് വമ്പന്മാരായ ആഴ്സണൽ ഇന്റർ മിലാനെ നേരിടും. മാഞ്ചസ്റ്റർ സിറ്റി, PSG, റയൽ മാഡ്രിഡ് എന്നീ ടീമുകൾക്കും നാളെ മത്സരമുണ്ട്. രാത്രി 11:15 മുതലാണ് മത്സരങ്ങൾ. കാസർഗോഡ് മഞ്ഞമ്പാറ പ്രീമിയർ ലീഗിലെ 12-ാം പതിപ്പിൽ കിരീടം നിലനിർത്തിയ ടാസ് ദുബൈ ഫൈനലിൽ മാർക്കിയ സ്റ്റാർസിനെ തോൽപ്പിച്ചു. ബദ്രുവാണ് ടൂർണമെന്റിലെ താരം. അജ്മൽ ടൂർണമെന്റിലെ കണ്ടെത്തലായി. സർവകലാശാലകളിൽ നിന്നുള്ള ജാതി വിവേചന പരാതികളിൽ വർധനവുണ്ടായെന്ന് പഠന റിപ്പോർട്ട്. 5 വർഷത്തിനിടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജാതി വിവേചന പരാതികളിൽ 118% വർധനവുണ്ടായത്. UGC സുപ്രീം കോടതിക്കും വിദ്യാഭ്യാസ പട്ടികജാതി വർഗ യുവജനക്ഷേമത്തിനുമുള്ള പാർലമെന്ററി സമിതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണിത്. ജമ്മു കശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലെ വനമേഖലയിൽ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളെ കണ്ടെത്തുന്നതിനായി സുരക്ഷാസേന തെരച്ചിൽ പുനരാരംഭിച്ചു. ഓപ്പറേഷൻ ത്രാഷി എന്നാണ് ദൗത്യത്തിന്റെ പേര്. കഴിഞ്ഞ ദിവസം സോനാർ ഗ്രാമത്തിലുണ്ടായിരുന്ന വെടിവെപ്പിൽ 8 സൈനികർക്ക് പരിക്കേറ്റിരുന്നു. തുടർന്നാണ് പരിശോധന ശക്തമാക്കിയത്. ഹൊസൂർ വിമാനത്താവളത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് നൽകിയ ഹർജി 2ാമതും തള്ളി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം. വ്യോമമേഖല ബംഗളൂരുവിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന് ലിമിറ്റഡ് ആവശ്യമാണെന്ന് കാണിച്ചാണ് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. രാജ്യത്തെ ചെറിയ കാറുകളുടെ മലിനീകരണ നിയന്ത്രണ ചട്ടങ്ങളിൽ ഇളവ് വരുത്താൻ കേന്ദ്രം. ആഗോള വിപണിയിലെ നയങ്ങൾ പരിശോധിച്ച് കോർപ്പറേറ്റ് ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി ചട്ടങ്ങൾ തയ്യാറാക്കാനാണ് നീക്കം. US, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ വികസിത രാജ്യങ്ങളിലെ നിയന്ത്രണ ചട്ടങ്ങൾ പരിശോധിച്ച് സമാനമായതാവും തയ്യാറാക്കുക.
ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ തടവിലുള്ള ഉമർ ഖാലിദിന് ജാമ്യം നിഷേധിച്ചതിനെ വിമർശിച്ച സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് കുറ്റം തെളിയും വരെ എല്ലാവരും നിരപരാധികൾ, ജാമ്യത്തിന് അർഹർ. ഒരാൾ 5 വർഷം വിചാരണ തടവുകാരനായി കഴിഞ്ഞ ശേഷം കുറ്റവിമുക്തനായാൽ നഷ്ടകാലത്തിന് ആര് മറുപടി പറയുമെന്നും ചോദ്യം. ജമ്മുകശ്മീരിലെ കിഷ്ത്വാറിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ സൈനികന് വീരമൃത്യു. ഹവീൽദാർ ഗജേന്ദ്ര സിംഗ് ആണ് ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. കിഷ്ത്വാറിലെ വനത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ പിടികൂടുന്നതിനായുള്ള ഓപ്പറേഷൻ ട്രാഷി 1 വെടിവെപ്പുണ്ടായത്. ഏറ്റുമുട്ടലിനിടെ 9 സൈനികർക്ക് പരിക്കേറ്റു. ബംഗാളിൽ 830 കോടിയുടെ വികസന പദ്ധതികളുടെ പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് മോദിയുടെ വമ്പൻ പ്രഖ്യാപനം. ഉൾനാടൻ ജലഗതാഗത ടെർമിനൽ, ഹൂഗ്ലിയിലെ ബാലാഗഡിൽ റോഡ് ഓവർ ബ്രിഡ്ജ് എന്നിവയടക്കം വിപുലീകരിച്ച തുറമുഖ ഗേറ്റ് സംവിധാനത്തിന്റെ ശിലാസ്ഥാപനവും നിർവഹിച്ചു. ഗിലൻ ബാരി സിൻഡ്രോം ആശങ്കയിൽ മധ്യപ്രദേശ്. സംസ്ഥാനത്ത് ഇതുവരെ 14 പേർക്ക് രോഗം സ്ഥിരീകരിച്ചെന്നാണ് കണക്ക്. ഇതിൽ 2 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. രോഗബാധിതരിൽ ഭൂരിഭാഗവും 4 വയസ്സിനും 17 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ്. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ ലിവിംഗ് പാർട്ട്ണറെ കൊലപ്പെടുത്തി മൃതദേഹം മെറ്റൽ ബോക്സിൽ സംസ്കരിച്ചു. റിട്ടയർഡ് റെയിൽവേ സ്റ്റേഷൻ ഉദ്യോഗസ്ഥൻ റാം സിംഗ് ആണ് കൊലപാതകം നടത്തിയത്. തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രതി ചിതാഭസ്മം നദിയിലൊഴുക്കി. ജനുവരി 8 നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. ഡൽഹി NCR മേഖലയിൽ ഇന്നും ശക്തമായ മൂടൽമഞ്ഞ് തുടരുന്നു. പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ബീഹാർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ദൃശ്യപരത മോശം സ്ഥിതിയിലാണ്. മൂടൽമഞ്ഞ് കനത്തതോടെ റോഡ്, റെയിൽ, വ്യോമഗതാഗതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള നിരവധി വിമാന സർവീസുകൾ വൈകി. പശ്ചിമബംഗാളിൽ നാദിയയിൽ രാമക്ഷേത്രവും പൈതൃക കേന്ദ്രവും നിർമ്മിക്കുമെന്ന് BJP MLA അരിന്ദം ഭട്ടാചാര്യ. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമല്ലിതെന്നും 2017 മുതൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും BJP നേതാവ് പറഞ്ഞു. മുർഷിദാബാദിൽ ബാബറി മസ്ജിദിന്റെ മാതൃകയിലുള്ള പള്ളി നിർമ്മിക്കുമെന്ന് മുൻ തൃണമൂൽ MLA ഹുമയോൺ കബീർ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് BJP നേതാവിന്റെ നീക്കം. സമ്പത്തും പ്രശസ്തിയുമുള്ളവർക്ക് എവിടെയും വിവേചനം നേരിടേണ്ടി വരില്ലെന്ന് എഴുത്തുകാരി തസ്ലീമ നസ്രീൻ. ബുദ്ധിമുട്ട് നേരിടുക പാവപ്പെട്ടവർ മാത്രം. പേര് കേട്ട് മുസ്ലിം എന്ന് കരുതി തനിക്ക് വാടക വീട് പോലും കിട്ടാറില്ലെന്നും തസ്ലീമ. പ്രതികരണം AR റഹ്മാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ. കാര്യങ്ങൾ സുഗമമായി നടന്നു തുടങ്ങുമ്പോൾ സുപ്രധാന ചുമതലകളിൽ നിന്ന് പഴയ തലമുറ മാറി നിൽക്കണമെന്നും പുതിയ തലമുറ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. യഥാർത്ഥ മാറ്റം ഉണ്ടാകണമെങ്കിൽ സംഘടനാ തലങ്ങളിൽ പുതിയ നേതൃത്വങ്ങൾ വരണമെന്നും നിതിൻ ഗഡ്കരി കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ഗഡ്കരിയുടെ ഒളിയമ്പാണിത് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ വിമർശനം. ജാർഖണ്ഡിൽ കുട്ടികളെ കടത്താൻ ശ്രമിച്ച മനുഷ്യക്കടത്ത് സംഘം പിടിയിൽ. ബീഹാറിലെ ഔറംഗാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗുൽഗുലിയ എന്ന സംഘമാണ് പിടിയിലായത്. നഗരത്തിൽ നിന്ന് കാണാതായ 2 കുട്ടികൾക്കായുള്ള അന്വേഷണമാണ് വൻ സംഘത്തിലേക്കുള്ള ചുരുളഴിച്ചത്. ഇവരിൽ നിന്നും 16 കുട്ടികളെ പോലീസ് രക്ഷപ്പെടുത്തി. അശ്ലീല വീഡിയോയിൽ കുരുക്കിലായി കർണാടക DGP. ഓഫീസ് മുറിയിൽ സ്ത്രീകളുമായി അടുത്തിടപഴകുന്ന രാമചന്ദ്ര റാവുവിന്റെ വീഡിയോ പുറത്ത്. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ആഭ്യന്തരമന്ത്രിയെ കണ്ട് DGP. വീഡിയോ കൃത്രിമമാണെന്നും അന്വേഷണം വേണമെന്നും രാമചന്ദ്ര റാവു. BJP ദേശീയ അധ്യക്ഷ പദവിക്കായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച നിതിൻ നബീൻ. മറ്റ് സ്ഥാനാർത്ഥികൾ ആരും പത്രിക സമർപ്പിക്കാത്തതിനാൽ നിതിനെതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിലെ അധ്യക്ഷൻ JP നദ്ദയ്ക്ക് പകരക്കാരനായാണ് നിതിൻ നബീൻ പദവിയിലെത്തുന്നത്. നാളെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം. ഡൽഹിയിലെ ഡെലിവറി തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ടറിഞ്ഞ ആം ആദ്മി MP രാഘവ് ചദ്ദ. ബ്ലിങ്കിറ്റ് റൈഡറായ ശിവത്തിനൊപ്പം രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്താണ് ഡെലിവറി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയത്. താനൊരു ബ്ലിങ്കിറ്റ് റൈഡറായി മാറിയെന്നും രാത്രിയിൽ വീടുതോറും പോയി ഡെലിവറി ചെയ്തെന്നും സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ ചദ്ദ പറയുന്നു. ഹ്രസ്വ സന്ദർശനത്തിനായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഡൽഹിയിൽ. വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സ്വീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷെയ്ഖ് മുഹമ്മദിന്റെ സന്ദർശനം നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച്. അബുദാബിയിൽ ഇന്ത്യ ഹൗസ് തുറക്കുന്നതിന് ധാരണ. ഗ്രീൻലൻഡിനെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെ ട്രംപ് നടത്തിയ താരിഫ് ഭീഷണിക്കെതിരെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ട്രംപുമായി ഫോണിൽ ചർച്ച നടത്തി. ട്രംപിന്റെ നീക്കം തെറ്റായ നടപടിയെന്ന് സ്റ്റാമർ ട്രംപിനെ അറിയിച്ചു. ഗ്രീൻലൻഡിനെ പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് 10% അധിക തീരുവ ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം.
കുർദിഷ് സേനയുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച സിറിയൻ ഭരണകൂടം വടക്കൻ സിറിയയിലെ അലപ്പോയിൽ ഉൾപ്പെടെ 2 ആഴ്ച നീണ്ട പോരാട്ടം അവസാനിപ്പിച്ചാണ് കുർദ് സേന സർക്കാരിന്റെ ഭാഗമാകുന്നത്. കുർദ് സേനാ വിഭാഗം സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസ് അഹമ്മദ് അൽ ഷര ഭരണകൂടവുമായി 14-ന് കരാറിൽ ധാരണയിലെത്തി. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കി ട്രംപിന്റെ പ്രതിനിധി സംഘവുമായി ചേർന്ന് സമാധാന രേഖകൾ തയ്യാറാക്കുന്നതിനായി യുക്രൈൻ പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി റൗണ്ട് ചർച്ചകൾ ഇതിനോടകം പൂർത്തിയായതായും സെലൻസ്കി പറഞ്ഞു. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ലോക സാമ്പത്തിക ഫോറത്തിന് തുടക്കം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങൾ ലോകക്രമത്തെ തന്നെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് ലോക സാമ്പത്തിക ഫോറത്തിന് തുടക്കമാകുന്നത്. വ്യാഴാഴ്ച ഡൊണാൾഡ് ട്രംപ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. തെക്കൻ സ്പെയിനിൽ അതിവേഗ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 39 പേർ മരിച്ചു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. കോർഡോബ പ്രവിശ്യയിൽ അദാമുസിസ് സമീപമാണ് അപകടമുണ്ടായത്. മലാഗയിൽ നിന്നും മാഡ്രിഡിലേക്ക് പോകുകയായിരുന്ന ട്രെയിൻ പാളം തെറ്റി എതിർദിശയിൽ വന്ന മറ്റൊരു ട്രെയിനിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അമേരിക്കയ്ക്കെതിരെയുള്ള നീക്കമായ ട്രേഡ് ബസൂക്കയ്ക്ക് ഇനിയും സമയമുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ. ചർച്ചകൾക്ക് ഇനിയും സമയം ശേഷിക്കുന്നുണ്ട്. വിഷയത്തിൽ വേഗത്തിൽ ഒരു തീരുമാനം വേണ്ടെന്ന് ബെൽജിയത്തിൽ ചേർന്ന 27-അംഗ പ്രതിനിധികളുടെ യോഗം തീരുമാനിച്ചു. യൂറോപ്യൻ യൂണിയനിലേക്ക് അമേരിക്കൻ ഉത്പന്നങ്ങളുടെ ഇറക്കുമതി തടയുന്ന നീക്കമാണ് ട്രേഡ് ബസൂക്ക. പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി നീങ്ങുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ തെക്കൻ ചൈന കടൽ പിന്നിട്ടു. തത്സമയ കപ്പൽ നിരീക്ഷണ ഡാറ്റ പുറത്ത്. USS ലിങ്കൺ യാത്ര ആരംഭിച്ചത് ഇറാനിൽ സൈനിക നടപടി ഉണ്ടായേക്കും എന്ന അഭ്യൂഹങ്ങൾക്കിടെ. ഖത്തറിലെ അബുസംറ അതിർത്തി വഴി രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന വിദേശ വാഹനങ്ങൾക്കുള്ള ഇൻഷുറൻസ് നടപടികൾ ഇലക്ട്രോണിക് സംവിധാനത്തിലേക്ക് മാറുന്നു. ഈ വർഷം ഫെബ്രുവരി 1 മുതലാണ് പുതിയ സംവിധാനം പ്രാബല്യത്തിൽ വരുന്നത്. രാജ്യത്തേക്കുള്ള പ്രവേശന നടപടികൾ ലളിതവും വേഗത്തിലുമാക്കാനാണ് എംസാർ എന്ന ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചത്. യുഎസിലെ വിർജീനിയയിൽ മയക്കുമരുന്ന് വിൽപ്പനയും പെൺവാണിഭവും നടത്തിയതിന് ഇന്ത്യൻ വംശജരായ ദമ്പതിമാർ ഉൾപ്പെടെ 5-അംഗ സംഘം അറസ്റ്റിൽ. തരുൺ ശർമ്മ, ഭാര്യ കോശ ശർമ്മ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർക്കൊപ്പം മാർഗോ പിയേഴ്സ്, ജോഷുവ റെഡിക്, റഷാഡ് സ്മിത്ത് എന്നിവരും പിടിയിലായിട്ടുണ്ട്. ഗാസ സമാധാന പദ്ധതിയുടെ ഭാഗമായ ബോർഡ് ഓഫ് പീസിൽ അംഗമാകാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ ക്ഷണിച്ചെന്ന് റഷ്യ. ട്രംപിന്റെ ക്ഷണത്തെക്കുറിച്ച് പഠിക്കുകയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് US സർക്കാരുമായി ആശയവിനിമയം നടത്തുമെന്നും റഷ്യ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ട്രംപ് ഗാസ ബോർഡ് ഓഫ് പീസിന്റെ സ്ഥാപക എക്സിക്യൂട്ടീവിനെ പ്രഖ്യാപിച്ചത്. പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഷോപ്പിംഗ് മാളിൽ ശനിയാഴ്ച ഉണ്ടായ തീപിടുത്തത്തിൽ മരണം 15ആയി. 65ഓളം പേരെ കണ്ടെത്താനുണ്ടെന്നും 80 പേർക്ക് പരിക്കേറ്റതായും തെക്കൻ സിന്ധ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രി മുറാദ് അലി ഷാ പറഞ്ഞു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. തീ വ്യാപിച്ചതോടെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു. യൂറോ ഭീഷണിക്ക് വഴങ്ങില്ല എന്ന് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റ ഫ്രെഡറിക്സൺ. ഗ്രീൻലൻഡ് US ഏറ്റെടുക്കുന്നതിനെ എതിർക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രതികരണം. താരിഫ് ഭീഷണി ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ഇറാനിൽ ഭരണകൂട നടപടിയിൽ 16,500-ലധികം പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടെന്ന് ബ്രിട്ടീഷ് മാധ്യമമായ ദ സൺഡേ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഇറാനിയൻ ഡോക്ടർമാരുടെ നെറ്റ്വർക്കിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട്. കൊല്ലപ്പെട്ട ആളുകളിൽ ഭൂരിപക്ഷവും 30 വയസ്സിൽ താഴെയുള്ളവരാണ്. 3,30,000 പേർക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനിയൻ വിദേശകാര്യ മന്ത്രിക്ക് ലോക സാമ്പത്തിക ഫോറത്തിലേക്കുള്ള ക്ഷണം പിൻവലിച്ചു. സ്വിറ്റ്സർലൻഡിലെ ഡാവോസിൽ നടക്കുന്ന സാമ്പത്തിക ഉച്ചകോടിയിലേക്ക് അബ്ബാസ് അരാഗ്ചിക്ക് ക്ഷണമുണ്ടായിരുന്നു. ഇതിനെതിരെ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് സാമ്പത്തിക ഫോറം സംഘാടകർ ക്ഷണം പിൻവലിച്ചത്. ഇറാനിലെ ഇന്റർനെറ്റ് നിരോധനത്തിന് ശേഷവും പ്രതിഷേധങ്ങൾ നടക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ടെഹ്റാനിൽ നിന്നുള്ള വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. വീഡിയോ ആഴ്ചാവസാനത്തിന് മുൻപുള്ളതല്ല എന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. പ്രക്ഷോഭം കെട്ടടങ്ങിയെന്ന് സർക്കാർ അവകാശപ്പെടുന്നതിനിടയിലാണ് പുതിയ വീഡിയോ പുറത്തുവരുന്നത്. AI വന്നതോടെ ടെക് മേഖലയിൽ ജോലികളിൽ 12 മുതൽ 15% വരെ വർധനവുണ്ടെന്ന് റിപ്പോർട്ട്. പ്രമുഖ വർക്ക് സൊല്യൂഷൻ പ്രൊവൈഡറായ അഡീക്കയുടെ പഠന റിപ്പോർട്ടാണ് പുറത്തുവന്നത്. 1.25 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. AI, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ മേഖലയിൽ മാത്രം 50% വളർച്ചയുണ്ടായെന്നും റിപ്പോർട്ട്. വിപണിയിലെത്തി ബുക്കിംഗ് ആരംഭിച്ച് മണിക്കൂറുകൾക്കകം റെക്കോർഡ് നേട്ടവുമായി മഹീന്ദ്ര. SUV-കളായ XEV,
9S, XUV 7XO എന്നിവയ്ക്കാണ് റെക്കോർഡ് നേട്ടം. ജനുവരി 14 ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ മണിക്കൂറുകളിലെ ബുക്കിംഗിലൂടെ 20,500 കോടി രൂപയാണ് മഹീന്ദ്ര സ്വന്തമാക്കിയിരിക്കുന്നത്. HDFC ബാങ്കിന് ഡിസംബറിൽ അവസാനിച്ച മൂന്നാം പദത്തിൽ 18,654 കോടി രൂപയുടെ അറ്റാദായം. മുൻ വർഷത്തേക്കാൾ 11.5% വർധനവാണിത്. മുൻവർഷം ഇതേ കാലയളവിൽ 16,736 കോടി രൂപയായിരുന്നു ലാഭം. കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഡാറ്റ എന്ന ലക്ഷ്യത്തോടെ BSNL ബ്രോഡ്ബാൻഡ് പുതിയ പ്ലാൻ അവതരിപ്പിച്ചു. സ്പാർക്ക് പ്ലാൻ എന്ന് പേരിട്ടിരിക്കുന്ന പ്ലാനിലൂടെ അതിവേഗ ഇന്റർനെറ്റും അൺലിമിറ്റഡ് കോളും ലഭിക്കും. പ്രതിമാസം 3300 GB ഹൈസ്പീഡ് ഡാറ്റയാണ് പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നത്. 10 ലക്ഷത്തിന് താഴെ ഏറ്റവും പുതിയ സിറോസ് പുറത്തിറക്കി. കാർ നിർമ്മാതാക്കളായ കിയ HTK X വേരിയന്റിലുള്ള കാറിന് 9.89 ലക്ഷം രൂപ എക്സ് ഷോറൂം വിലയിൽ ഇനി മുതൽ ഉപഭോക്താക്കൾക്ക് വാങ്ങാനാകും. പുതിയ വേരിയന്റ് പെട്രോൾ, ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളിൽ ലഭ്യമാണ്. ഇന്ത്യൻ മൊബൈൽ ബ്രാൻഡായ ലാവ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ മോഡലായ ലാവ ബ്ലേസ് ഡ്യൂവോ 3 പുറത്തിറക്കി. ഇരട്ട സ്ക്രീനുമായിട്ടാണ് പുതിയ ഫോൺ അവതരിപ്പിച്ചിരിക്കുന്നത്. രണ്ടാം റിയർ ഡിസ്പ്ലേ വഴി നോട്ടിഫിക്കേഷനുകൾ അറിയാനും പാട്ടുകൾ പ്ലേ ചെയ്യാനും റിയർ ക്യാമറ ഉപയോഗിച്ച് സെൽഫികൾ എടുക്കാനും ചില ആപ്പുകളെങ്കിലും പ്രവർത്തിപ്പിക്കാനും കഴിയും. ബ്ലേസ് ഡ്യൂവോ 3 16,999 രൂപയ്ക്ക് ലഭ്യമാണ്. സ്കൂൾ അധ്യാപക നിയമനത്തിനുള്ള യോഗ്യതാ പരീക്ഷയായ കേട്ടറ്റിന് ഇത്തവണ റെക്കോർഡ് അപേക്ഷകർ 1,34,919 പേരാണ് ഇത്തവണ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചത്. സർവീസിലുള്ള അധ്യാപകർക്ക് പുറമെ ഇപ്പോൾ യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളും അപേക്ഷിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് മാൾ ഹൈപ്പർ മാർക്കറ്റ് എസ്ദാൻ സ്റ്റോറിൽ പൊങ്കൽ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. തമിഴ് സിംഗപ്പെൺകൾ അസോസിയേഷനുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ മത്സര ഇനങ്ങൾ സംഘടിപ്പിച്ചു. വിജയികൾക്ക് ക്യാഷ് വൗച്ചറുകളും മറ്റ് സമ്മാനങ്ങളും വിതരണം ചെയ്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പ്രവാസികളുടെ സങ്കീർണതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവാസി വെൽഫെയർ സംസ്ഥാന കമ്മിറ്റി അടൂർ പ്രകാശ് എംപിക്ക് കത്ത് നൽകി. വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴിയും കത്ത് നൽകിയിരുന്നു. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെങ്കിലും നടപടിയായില്ലെന്നും കത്തിൽ. ഖത്തറിൽ വരുമാനം കുറഞ്ഞവരുടെ മക്കൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയിലെ ഗുണഭോക്താക്കളുടെ എണ്ണം 4,000 വർദ്ധിപ്പിച്ചു. പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ 3,500 വിദ്യാർത്ഥികളായിരുന്നു. ഖത്തറിലെ സ്വകാര്യ സ്കൂളുകൾ, കിൻഡർ ഗാർഡൻ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികളാകും ഗുണഭോക്താക്കൾ. UAEയിൽ ഏറ്റവും തണുപ്പുള്ള അൽ ഷബ്ദ് സീസൺ ആരംഭിച്ചു. ഫെബ്രുവരി 10 വരെ നീണ്ടുനിൽക്കുന്ന ഈ കാലയളവിൽ താപനില കുത്തനെ കുറയുന്നതിനാൽ താമസക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഏറ്റവും കൂടുതൽ തണുപ്പാണ് ഈ സീസണിൽ അനുഭവപ്പെടുക. UAEയിലെ പൊതു സ്വകാര്യ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ ക്ലാസ്സിലേക്ക് മരുന്നുകൾ കൊണ്ടുവരുന്നതിനും കൈവശം വയ്ക്കുന്നതിനും കർശന വിലക്ക്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം കുട്ടികൾ സ്വയം മരുന്നുകൾ ഉപയോഗിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാലാണ് ഈ നടപടി. തുടർച്ചയായ 10ാം തവണയും ലോകത്തിലെ സുരക്ഷിത നഗരമായ UAE തലസ്ഥാനമായ അബുദാബി തെരഞ്ഞെടുക്കപ്പെട്ടു. ആഗോള സ്ഥിതി വിവരക്കണക്ക് പ്ലാറ്റ്ഫോമായ നംബിയോയാണ് സർവേ നടത്തിയത്. 150 രാജ്യങ്ങളിലെ 400 നഗരങ്ങളെ ഉൾപ്പെട്ട സർവേയിൽ ആദ്യ 6 നഗരങ്ങളിൽ 5ഉം UAEയിൽ നിന്നുള്ളതാണ്. ഖത്തർ തലസ്ഥാനമായ ദോഹ 5ാം സ്ഥാനവും മസ്കറ്റ് 8ാം സ്ഥാനത്തുമാണ്. ഷെയ്ൻ നിഗം പ്രധാന വേഷത്തിലെത്തുന്ന ദൃഢം സിനിമ മാർച്ചിൽ തിയേറ്ററിൽ എത്തും. സിനിമ ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്നാണ് സൂചന. ജോമോൻ ജോൺ, ടിൻറ്റോ ദേവസ്യ എന്നിവരാണ് തിരക്കഥ. നവാഗതനായ മാർട്ടിൻ ജോസഫാണ് സംവിധാനം. തെന്നിന്ത്യൻ താരറാണിമാരായ നയൻതാരയും തൃഷയും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഏറ്റെടുത്ത ആരാധകർ. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇരുവരും കൊളാബ് ചെയ്ത് ചിത്രങ്ങൾ പങ്കുവച്ചത്. കടൽ തീരത്തിരുന്ന് സൂര്യാസ്തമയം ആസ്വദിക്കുന്ന നയൻസിന്റെയും തൃഷയുടെയും ചിത്രങ്ങൾക്ക് മലയാളികളടക്കം കമന്റുമായി എത്തി. പ്രിയപ്പെട്ടവർ രണ്ടുപേർ ഒരേ ഫ്രെയിമിൽ, കാലങ്ങളായി കാത്തിരുന്ന റീയൂണിയൻ തുടങ്ങി നീളുന്നു കമന്റുകൾ. പ്രസിദ്ധ സംഗീത സംവിധായകൻ ഇളയരാജയ്ക്ക് പത്മവാണി പുരസ്കാരം. അജന്ത എല്ലോറോ അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമാണിത്. 11ാമത് അജന്ത എല്ലോറോ ചലച്ചിത്രോത്സവം ജനുവരി 28 മുതൽ ഫെബ്രുവരി 1 വരെ മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിലാണ് നടക്കുക. ആദ്യത്തെ കൺമണിയുടെ പേര് വെളിപ്പെടുത്തി ബോളിവുഡിലെ പ്രിയ ദമ്പതികളായ രാജ്കുമാർ റാവുവും പത്രലേഖയും. പാർവതി പോൾ റാവു എന്നാണ് മകളുടെ പേര്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇരുവരും സന്തോഷ വാർത്ത പങ്കുവച്ചത്. വിക്കി കൗശൽ, സോനം കപൂർ തുടങ്ങി നിരവധി ബോളിവുഡ് താരങ്ങൾ ആശംസ അറിയിച്ചു.
അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് റാപ്പർ ഹനുമാൻ കൈൻഡ് ഇന്നലെ കൊച്ചി ബോൾഗാട്ടി പാലസിൽ വെച്ച് നടന്ന പരിപാടിക്കിടെയാണ് ഫ്ലെയിം മെഷീനിൽ നിന്ന് തീ മുഖത്തേക്ക് അടിച്ചത്. എന്നാൽ അപകടത്തിൽ പതറാതെ ഗായകൻ തന്റെ സ്റ്റേജ് പെർഫോമൻസ് തുടർന്നു. ടോവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ് എന്നിവർ ഒന്നിക്കുന്ന അതിരടിയിലെ ടോവിനോ തോമസിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങി. ശ്രീകുട്ടൻ വെള്ളായണി എന്ന പേരുള്ള ഒരു ഗായകനായാണ് ടോവിനോ ചിത്രത്തിൽ വേഷമിടുന്നത്. നവാഗതനായ അരുൺ അനിരുദ്ധനാണ് സംവിധാനം. മാസ് കോമഡി ക്യാമ്പസ് ആക്ഷൻ എന്റർടൈനറായി ഒരുങ്ങുന്ന ചിത്രം മെയ് 14 റിലീസിനെത്തും. റിലീസുകളിൽ കളക്ഷൻ വാരിക്കൂട്ടിയ മോഹൻലാൽ ചിത്രങ്ങൾക്ക് ഇത്തവണ അടിതെറ്റി. ഈ വർഷത്തെ മോഹൻലാലിന്റെ ആദ്യ റിലീസ് ചിത്രമായ റൺ ബേബി റൺ തിയേറ്ററുകളിൽ വൻ പരാജയമായി. ആദ്യ ദിനത്തിൽ ചിത്രം വെറും 3 ലക്ഷം രൂപയാണ് നേടിയത് എന്നാണ് റിപ്പോർട്ട്. രണ്ടാം വരവിൽ ഒരു മോഹൻലാൽ ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും മോശം കളക്ഷനാണിത്. ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.